കർത്താവിൻ്റെ നാമത്തിൽ ജീവനുള്ള ദൈവം തരുന്ന നല്ല അവസരങ്ങൾക്കായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് നമ്മുടെ അരികിലേക്ക് കരുണയോടെ എഴുന്നള്ളി വരുന്ന നല്ല നല്ല സമയങ്ങളാണ് കർത്താവ് നമുക്ക് തരുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ തിരുസാന്നിധ്യമാണ് നാം അനുഭവിക്കുന്നത്. കർത്താവിൻ്റെ തിരുസാന്നിധ്യം, കർത്താവിൻ്റെ തലോടൽ, കർത്താവിൻ്റെ അളവറ്റ സ്നേഹം, ഇത് മാത്രമാണ് നമ്മുടെ ഏക സ്വത്ത് എന്ന് പറയുന്നത്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ മറ്റത്തിൽ ഇങ്ങനെ ഓളം വെട്ടി നിൽക്കുന്നു. പ്രിയരെ, നാം അനുഭവിക്കണം. കർത്താവേ, എൻ്റെ ആയുസ്സിൽ ഞാൻ ഇതുവരെയും അനുഭവിക്കാത്ത ഈ നല്ല സ്നേഹം എനിക്ക് അനുഭവിക്കാൻ ഇടയാകണം. ഇന്ന് ഈ കൃപയുടെ കാലത്ത്, ദൈവത്തിൻ്റെ വചനം ധാരാളം കിട്ടുന്നതായി ഈ കാലത്ത് നാം ഇത് അനുഭവിച്ചില്ല എന്ന് വരാൻ ഒരിക്കലും ഇടവരരുത്. നാം ആത്മീയ ലോകത്തിൽ ഈ തിരുവചനത്തിൽ ഉൽപ്പത്തി മുതൽ അങ്ങ് മുന്നോട്ട് നടന്നു നോക്കിയാൽ നമുക്ക് സങ്കടത്തോടെ കാണാൻ സാധിക്കും. ആത്മാവിനെ അനുഭവിച്ച്, ദൈവസ്നേഹം അനുഭവിച്ച് പട്ടുപോയ അനേകരുണ്ട് ഈ ലോകത്ത്. അതുപോലെ തന്നെ ആദ്യ നൂറ്റാണ്ട് മുതൽ ഈ നൂറ്റാണ്ട് വരെയും നാം നോക്കിയാൽ ക്രിസ്തീയ ഗോളത്തിൽ പ്രശോഭിച്ചു നിന്ന വിശുദ്ധിയുടെ ഉത്തുംഗ സംഘങ്ങളിൽ നിന്ന് അനേകർ വീണ് പോയത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു അനുഗ്രഹീതനായ ദൈവദാസനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു 1-2 പ്രാവശ്യം ഒരു പെൺകുട്ടി വന്ന് തൻ്റെ ജീവിതം ഏറ്റുപറയാൻ ആഗ്രഹിച്ചു. ആദ്യമൊക്കെ അദ്ദേഹം അത് ഒഴിവാക്കി. പക്ഷേ പിന്നെയും വന്നപ്പോൾ ആ പാപം ഏറ്റുപറഞ്ഞു, അത് കേട്ടു. എന്നാൽ ഞാൻ വായിച്ചതും വാട്ട് ഈസ് ഓൺ യുവർ മൈൻഡ്, എന്താണ് നിൻ്റെ ചിന്താമണ്ഡലത്തിൽ എന്നൊരു പുസ്തകമുണ്ട്. അത് A.W. ടോസറാണ് എഴുതിയത്. ആ ദേവദാസൻ പറയും, ആ പാപം ഏറ്റുപറഞ്ഞ് കേട്ടതായ ആ ദൈവഭൃത്യൻ അനുഗ്രഹീതനായിരുന്നു. പക്ഷേ ഏത് പാപം ഏറ്റുപറഞ്ഞ് കേട്ടുവോ അതിൽ വീണ് തകർന്നു പോയി. പ്രിയപ്പെട്ടവരെ, നാം അങ്ങനെ നോക്കിയാൽ ആത്മീയ ഗോളത്തിൽ വീണ് തകർന്നു പോയ അനേകരെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നാം ചിന്തിക്കുന്നത് അബ്ശാലോമിനെ പറ്റിയാണ്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നാം ചിന്തിക്കുമ്പോൾ നാം ഓർക്കണം, കർത്താവേ, ഇങ്ങനെയൊരു അനുഭവം എനിക്കും വരാൻ സാധ്യതയുണ്ടോ? അതുകൊണ്ടാണ് ഒരു ഭക്തൻ ഈ വേദപുസ്തകത്തിലൂടെയും തലമുറകളിലൂടെയും ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു ഭക്തൻ സങ്കടത്തോടെ, ഭയത്തോടെ പാടിയ ഒരു പാട്ടിൻ്റെ 2 വരികളുണ്ട്. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ, വീണു തകർന്നീ പോർക്കളത്തിൽ, എന്നിലും ഭക്തർ, എന്നിലും ശക്തർ, വീണു തകർന്നീ പോർക്കളത്തിൽ, കാണുന്നു ഞാനസ്ഥി കൂടങ്ങൾ ഭീകരം, വീരഭൂമാൻകളിൽ വീണവരിൽ, കാണുന്നു ഞാനസ്ഥി കൂടങ്ങൾ ഭീകരം, വീരഭൂമാൻകളിൽ വീണവരിൽ. എന്നിട്ട് ആ പാടിയ ദൈവഭൃത്യൻ വീണ്ടും പാടുകയാണ്, കർത്താവേ, അതുകൊണ്ട് എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്. എന്താണെന്നറിയാമോ? അർപ്പണം ചെയ്യുന്നു ഞാൻ ആത്മനിയോഗാൽ, അല്പം എനിക്ക് ഇന്ന് ഉള്ളതെല്ലാം. പാടാൻ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇപ്പോൾ ഒരു ആത്മനിയോഗം നമുക്ക് കിട്ടുകയാണ്. എന്താണ്? നമുക്ക് അല്പമുണ്ട്. എന്താണുള്ളത്? ഇതാ പിശാച് കൊണ്ടുപോയ, പാപം കൊണ്ടുപോയ, ഈ ലോകം കൊണ്ടുപോയ കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതെല്ലാം അർപ്പിക്കാനുള്ളൊരു സമയമാണിത്. പ്രിയപ്പെട്ടവരെ, ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞാൻ ഇങ്ങനെയൊരു ശവകുടീരമായി എൻ്റെ തലമുറയിൽ കാണാൻ ഇടവരരുത് എന്ന്. എൻ്റെ അച്ഛൻ മരിച്ച് ആ തിത കത്തുമ്പോൾ അന്ന് എനിക്ക് 16 വയസ്സേ ഉള്ളൂ. ഞാൻ ഭയപ്പെട്ടിരുന്ന മനുഷ്യനാണ്. അന്നും പുകവലിക്കും, എല്ലാം ചെയ്യും. പക്ഷേ ഞാനന്ന് ആ ചിത അവിടെ കത്തുമ്പോൾ ഞാൻ എൻ്റെ മുറിയിൽ പോയി കിടന്നു. പക്ഷെ കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. ഓടി വന്ന് അമ്മയോട് ചേർന്ന് കിടന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് പേടിയായിട്ട് പാടില്ല. എന്നാൽ
ഞാനിന്ന് ക്രിസ്തീയ ഗോളത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് നല്ല പ്രത്യാശയാണ്. എന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് എനിക്ക് മണവാട്ടിയുടെ കസ്തവസ്ത്രം ധരിച്ചുകൊണ്ട് കടന്നു ചെല്ലാനുള്ള ഒരു ഭാഗ്യ പദവി കർത്താവ് എനിക്കും തന്നു. എന്താണ് അത് ലഭിക്കാൻ കാരണം? എനിക്കൊരു മാനസാന്തരം തന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ജോലി ചെയ്യുന്ന FACTയിൽ അനേകം പുസ്തകങ്ങൾ ഞങ്ങൾ റെഫർ ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ റെഫർ ചെയ്യാൻ ഒരു നല്ല പുസ്തകമുണ്ട്, ഈ യേശുക്രിസ്തുവിൻ്റെ തിരുവചനം. ഇത് കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ നാവിൽ തേനൂറുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? നിങ്ങളുടെ നാവിലുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഓർമ്മ വെച്ച കാലം മുതൽ കുമ്പസാരിക്കുകയും കുർബാന കാണുകയും ദൈവാലയത്തിൽ പോവുകയും പള്ളിയിൽ പോവുകയും പെരുന്നാൾ കാണുകയും എല്ലാം ചെയ്ത ക്രിസ്തീയ ഗോളത്തിൽ വന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾക്ക് ഈ തേജസ്സിൻ്റെ മാറ്റമില്ലാത്ത ഒരു വചനം നിങ്ങളുടെ നാവിലുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തീരുമാനിക്കണം, കർത്താവേ, ഞാൻ രാഷ്ട്രീയം പറഞ്ഞും ഈ പരദൂഷണം പറഞ്ഞും ഈ ലോകത്തിലെ പല പല കാര്യങ്ങൾ പറഞ്ഞും എൻ്റെ കാലം പോക്കിപ്പോയല്ലോ. എൻ്റെ മക്കൾക്ക് ഒരു വചനം പറഞ്ഞു കൊടുക്കാൻ എൻ്റെ നാവിൽ ഇല്ലാണ്ട് പോയല്ലോ. എൻ്റെ മക്കൾക്ക് സുവിശേഷം പറഞ്ഞു കൊടുക്കാൻ എൻ്റെ നാവിൽ ഇല്ലാണ്ട് പോയല്ലോ. എൻ്റെ ദൈവമേ, ഞാനും ഒരു നാൾ ഒരു സ്മാരകം പോലെ എൻ്റെ സെമിത്തേരിയിൽ കിടക്കാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഞാനും പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ദൈവമേ, കാര്യം ശരിയാണ്. കർത്താവ് എനിക്കൊരു മാനസാന്തരം തന്നു, ഒരു വീണ്ടെടുപ്പ് തന്നു. യേശുവിനെ കഴിഞ്ഞ 31 കൊല്ലങ്ങളായി അനുഭവിക്കാൻ കർത്താവ് കൃപ തന്നു. അത് നഷ്ടപ്പെട്ടു പോയാൽ ഞാനും വെറും ശവകുടീരമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ആത്മീയ ഗോളത്തിൽ ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോയ അനേകം മനുഷ്യരുണ്ട്. അതിലൊരാളായി നിങ്ങളാരും തീരരുത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഈ കൂട്ടായ്മയിൽ വേറെ പണ്ഡിതോചിതമായി പറയാൻ ഒന്നുമില്ല. ആകെ ഒന്നേ എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ അനുഭവിച്ച, ഞങ്ങളെ വിളിച്ച് വേദനിച്ച, ഞങ്ങളെ തീയിൽ നിന്ന് വലിച്ചെടുത്ത ക്രിസ്തു ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞിരുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന്. ചില കാലങ്ങൾ അനാഥരെ പോലെ നടന്നു, ശരിയാണ്. എന്നാൽ നമുക്ക് ആൾക്കൂട്ടത്തിൻ്റെ പെരുപ്പം വേണ്ട, വലിയ കൺവെൻഷൻ പന്തലുകൾ വേണ്ട. യേശു ക്രിസ്തുവിനെ അനുഭവിക്കുന്ന നാം കൂടി വന്നിരിക്കുമ്പോൾ, എൻ്റെ യേശുവേ, എൻ്റെ അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരുന്ന യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക എന്ന്. ദൈവത്തിന് സ്തോത്രം. ഇന്നും ഈ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏത് മനുഷ്യൻ പറയുന്നു എന്നുള്ളതല്ല, നിങ്ങൾ പല കാര്യങ്ങളുമായി വന്നു, പല വേദനാ വിഷയങ്ങളുമായി വന്നു, പല സങ്കടങ്ങളുമായി വന്നു. നിങ്ങളുടെ മക്കൾ വലിയ ഊരാക്കുടുക്കിൽ ചെന്ന് ചാടി, കുരു കഴിക്കും തോറും കുരുക്കിൽ ചെന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായ, എന്താണ് ഇതിന് പരിഹാരം പറയാൻ അറിഞ്ഞുകൂടാ. പക്ഷേ പരിഹാരകൻ തരുന്ന ഒരാളെ ഞങ്ങൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാം. യേശുവിൻ്റെ അരികിലേക്ക് വരിക. കർത്താവേ, അല്പം എനിക്കുണ്ട്, എനിക്കുള്ളതൊന്നും നല്ലതല്ല. യേശുവിനെ അറിഞ്ഞ കാലങ്ങളല്ല, യേശുവിനെ വിശ്വസിച്ചിട്ടില്ല. എൻ്റെ യേശുവേ, എൻ്റെ പാപങ്ങൾ ഇതുവരെയും ഞാൻ ഏറ്റു പറഞ്ഞിട്ടില്ല. ഓർമ്മ വച്ച കാലം മുതലുള്ള സകല പാപങ്ങളും എന്നേക്കുമായി ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു കഴുകൽ പ്രാപിച്ചുവോ? പ്രിയപ്പെട്ടവരെ, അല്ല. ദിനം പ്രതി എൻ്റെ യേശുവിൻ്റെ വചനത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് എനിക്കിനി എന്താണ് കഴുകൽ പ്രാപിക്കാനുള്ളത് എന്ന് ചിന്തിച്ചിരുന്ന് കരയാറുണ്ടോ? പ്രാർത്ഥിക്കാറുണ്ടോ? ദൈവവചനം വായിക്കാറുണ്ടോ? ഹൃദയത്തിനൊരു ഏകാഗ്രത കിട്ടുന്നുണ്ടോ? യേശുവിനോടൊരു സ്നേഹം കിട്ടുന്നുണ്ടോ? നാവിൽ തീ കിട്ടുന്നുണ്ടോ? സ്തുതി കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം കൂടി വരുന്നത് വ്യർത്ഥമായി പോകില്ലേ? ഇതാ വഴിയോരങ്ങളിൽ നമ്മുടെ മക്കൾ പറയുമോ, ഇതാ എൻ്റെ അപ്പൻ. ശരിയാണ്, എൻ്റെ അമ്മ മാനസാന്തരപ്പെട്ട ആളായിരുന്നു. ഇടക്കാലത്ത് വെച്ച് അതെല്ലാം വിട്ട് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയ എൻ്റെ അപ്പനും അമ്മയും എന്ന് നമ്മുടെ മക്കൾ ഒരു കാലത്ത് പറയാൻ ഇട കൊടുക്കാൻ സാധ്യതയുള്ള ആരെങ്കിലും ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ അരികിൽ അർപ്പണം ചെയ്യുവാൻ യേശു ഒന്ന് നിൽക്കുന്നുണ്ട്. യേശു കരം നീട്ടി നിൽക്കുന്നുണ്ട്. കർത്താവേ, അല്പം എനിക്കുള്ളത് ഞാൻ നിൻ്റെ കരങ്ങളിലേക്കൊന്ന് തന്നോട്ടെ. കർത്താവേ, ഈ ആയുസ് ഇന്നു മുതൽ നിനക്കാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 2020 ചില കാര്യങ്ങൾ വന്നപ്പോൾ ഒരിക്കലും ആ ചിന്തയൊന്നും വന്നില്ല. എങ്കിലും ആത്മഹത്യയുടെ ചിന്തകൾ, ആത്മഹത്യയുടെ ബന്ധനങ്ങൾ, മദ്യപാനത്തിൻ്റെ ബന്ധനങ്ങൾ, എന്തെല്ലാമാണ് ജീവിതത്തിലുള്ളത്, ഇതെല്ലാം മാറ്റി തരുവാൻ, അതിൽ നിന്നെല്ലാം വിടുവിക്കുന്ന യേശുവിൻ്റെ കരമാണ് നീണ്ടു വരുന്നത്. പ്രിയപ്പെട്ടവരെ, എങ്കിൽ പറയണം, കർത്താവേ, ആ കരത്തിലേക്ക് ഞാനിതാ ഏൽപ്പിച്ച് തരികയാണ്. അല്പം എനിക്കുള്ളത്. കർത്താവേ, നീ ദുഃഖിക്കുന്നത് എന്താണുള്ളത്?
വലിച്ചെറിയുകയാണ്. ഇപ്പോൾ ഈ സമയത്ത് വലിച്ചെറിയണം. കർത്താവേ, നീ ദുഃഖിക്കുന്നത് എന്താണ്? കർത്താവ് ചിലർക്ക് കാണിച്ചു തരും. മകനെ, മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം ഒരു ദിവസത്തിൽ 3-4 മണിക്കൂറാണ്. ചിലർ പത്രം വായിക്കുന്നത് 3-4 മണിക്കൂറാണ്. ചിലർ TV കണ്ടിരിക്കുന്നത് എത്രയോ സമയങ്ങളാണ്. വൃഥാവായ സംസാരങ്ങൾ ഓരോന്നോരോന്ന് യേശുക്രിസ്തു ചൂണ്ടിക്കാണിച്ച് തരികയാണ്. പ്രിയപ്പെട്ടവരെ, പ്രിയ മകനെ, പ്രിയ മകളെ, നിനക്ക് ശരീരത്തിൽ വേദന വരുമ്പോൾ കരച്ചിലുണ്ട്, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ കരച്ചിലുണ്ട്. എന്നാൽ സ്വന്തം പാപത്തെ ഓർത്ത് ഞാനൊരു ചീഞ്ഞ മനുഷ്യനാണല്ലോ, ഞാനൊരു ചീഞ്ഞ സ്ത്രീയാണല്ലോ, എൻ്റെ ഉള്ളിലെ വികാരങ്ങളും ചിന്തകളും സ്വപ്നങ്ങളും ഇന്നതാണല്ലോ എന്നോർത്ത് യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ ഇരുതുള്ളി കണ്ണുനീര് വീഴ്ത്തി കരയുന്ന എത്ര പേരുണ്ട്? എൻ്റെ കർത്താവേ, എല്ലാ പാപങ്ങളോടും ഞാൻ യാത്ര പറയുകയാണ്. യേശുവേ, ഇപ്പോൾ നിൻ്റെ ആണിപ്പാടല കരം എൻ്റെ നേരെ നീണ്ടുവരുന്ന സമയത്ത് ഞാനിതാ ഏൽപ്പിക്കുന്നു, അർപ്പണം ചെയ്യുന്നു. അല്പം എനിക്കുള്ളതെല്ലാം കർത്താവേ, എനിക്കൊരാഗ്രഹമുണ്ട്. അങ്ങ് വഴിയോരത്ത് പട്ടുപോയ അനേകരെ പോലെയല്ല, ആകാശമണ്ഡലങ്ങളിൽ ശോഭിക്കുന്ന നക്ഷത്രങ്ങളെ പോലെ, വിശ്വാസ വീരന്മാരെ പോലെ എനിക്കായി തീരുവാൻ ഇനിയുള്ള എൻ്റെ ആയുസ്, ഇനിയുള്ള എൻ്റെ മണിക്കൂറുകൾ കർത്താവേ ഞാൻ നിനക്ക് തരുന്നു. അങ്ങനെ സമർപ്പിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിച്ചു നോക്കാം. പ്രാർത്ഥിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ കുടുംബമായി ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. നിങ്ങൾ അറിയും ക്രിസ്തു വന്ന് നിങ്ങളെ വിടുവിക്കുന്ന വിധങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാമോ? എന്തിനാണെന്നറിയാമോ? ഇപ്പോൾ ഈ സമയത്ത് യേശുവിൻ്റെ സന്നിധിയിൽ കർത്താവേ, ഒരിക്കൽ മാമോദീസയിലെടുത്തതായ തീരുമാനം ഇന്ന് ഞാൻ പുതുക്കുന്നു എന്ന് ദൈവത്തോട് തീരുമാനം പറയുന്ന ആരെല്ലാം ഉണ്ട് എന്ന് കർത്താവ് മാത്രം കാണട്ടെ. എൻ്റെ യേശുവേ, പാപത്തോട് പല പല പാപങ്ങളിലേക്ക് തിരിച്ചുപോയി, എന്നാൽ ഇന്നും അതിൻ്റെ ചില കാര്യങ്ങൾ കടിച്ചു തൂങ്ങി കിടക്കുന്നത് പോലെ കിടക്കുന്നവരുണ്ടോ? അതെല്ലാം ഒന്ന് വലിച്ചെറിഞ്ഞിട്ട്, യേശുവേ, എൻ്റെ ചെറിയ ആയുസ് നിൻ്റെ കാര്യങ്ങളിലേക്ക് ഞാനിതാ തരുന്നു എന്ന് തീരുമാനം പറയുവാൻ, സമർപ്പിക്കുവാനുള്ളൊരു സമയമാണ്. അങ്ങനെ തീരുമാനം പറഞ്ഞാൽ, അങ്ങനെ സമർപ്പണം പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ കരം നിങ്ങളുടെ മേൽ വരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ മേൽ കർത്താവ് പരിഹാരം തരും. അനുഗ്രഹിച്ച് സമാധാനത്തോടെ പറഞ്ഞേക്കും. നിങ്ങൾ അനുഭവിക്കും നിങ്ങളുടെ വേദനകളിൽ, നിങ്ങളുടെ ആവശ്യങ്ങളിൽ അരികെ വരുന്ന ഒരു കർത്താവിനെ. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നമുക്ക് ചിന്തയിലേക്ക് വരാം. 2 ശമൂവേൽ 18-ാം അധ്യായം 18-ാം വാക്യം. അബ്ശാലോം ജീവനോടിരുന്ന സമയം എൻ്റെ പേർ നിലനിർത്തേണ്ടതിന് എനിക്ക് മകനില്ലല്ലോ എന്ന് പറഞ്ഞു. രാജാവിൻ താഴ്വരയിലെ തൂണെടുത്ത് നാട്ടി അതിന് തൻ്റെ പേർ വിളിച്ചിരുന്നു. ഇതിന് ഇന്നുവരെ അബ്ശാലോമിൻ്റെ ജ്ഞാപക സ്തംഭം എന്ന് പറഞ്ഞു വരുന്നു. ദൈവത്തിന് സ്തോത്രം. അബ്ശാലോം എന്ന് പറയുന്നത് ദാവീദിൻ്റെ മകനാണ്. അബ്ശാലോമിന് 3 ആൺമക്കളും ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. എന്നാൽ അബ്ശാലോം മരിക്കുന്ന സമയത്ത് അബ്ശാലോം പറയുകയാണ്, എൻ്റെ പേര് നിലനിർത്താൻ എനിക്ക് ആരുമില്ലാതെ പോയല്ലോ. അബ്ശാലോം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമാധാനത്തിൻ്റെ പിതാവ് എന്നാണ്. ശാലോം, സമാധാനം. അബ്ശാലോം, സമാധാനത്തിൻ്റെ പിതാവ് എന്നാണ് വാക്കിൻ്റെ അർത്ഥം. പക്ഷേ ഒരു സമാധാനവുമില്ലാതെ, ഒരു പ്രത്യാശയുമില്ലാതെ കടന്നുപോയ ഒരാളുടെ ചിത്രം വേദപുസ്തകം ചൂണ്ടിക്കാണിച്ച് തരികയാണ്. 5 അധ്യായങ്ങളാണ് തിരുവചനത്തിൽ അബ്ശാലോമിനെ പറ്റി പറയുന്നത്. യബ്ബേസിനെ പറ്റി 4 വാക്യങ്ങളെ ആകെ വേദപുസ്തകത്തിലുള്ളൂ. അനുഗ്രഹീതനായൊരു ദൈവദാസൻ യബ്ബേസ്. ഹാനോക്കിനെ പറ്റി, ദൈവത്തോടുകൂടെ 300 കൊല്ലം നടന്നതായ ഹാനോക്കിനെ പറ്റി പഴയ നിയമത്തിൽ ഒരു സ്ഥലത്തും പുതിയ നിയമത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ ഭക്തനായ തൻ്റെ അപ്പനായ ദാവീദിൻ്റെ കുടുംബത്തിൽ ജനിച്ച ഈ അബ്ശാലോമിനെ പറ്റി 5 അധ്യായങ്ങൾ വേദപുസ്തകം പറഞ്ഞു പോവുകയാണ്. ഈ അബ്ശാലോമിനെ പറ്റി പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പുതിയ നിയമത്തിലെ ധൂർത്തപുത്രൻ്റെ കഥ ഒന്ന് മനസ്സിൽ വരണം. ഈ പുതിയ നിയമത്തിൽ ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രൻ, കേൾക്കത്തെ ആരുമില്ല. അപ്പോൾ അത് ഈ പഴയ നിയമത്തിലെ ഒരു ധൂർത്തപുത്രനാണ് ഈ അബ്ശാലോം എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിൽ ചില സാമ്യങ്ങൾ. പഴയ നിയമത്തിലെ ധൂർത്തപുത്രൻ അബ്ശാലോം, പുതിയ നിയമത്തിലെ ധൂർത്തപുത്രൻ അതൊരു ഉപമയാണ്. കർത്താവ് പേരൊന്നും പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇവർ രണ്ടുപേരും സ്നേഹനിധിയായ ജീവനുള്ള ദൈവത്തിൻ്റെ പ്രതീകമായ അപ്പൻ്റെ കൂടെ ജീവിച്ചിരുന്നവരാണ്. പക്ഷെ അത്രയും കാലം ജീവിച്ചിരുന്നിട്ടും ഈ അബ്ശാലോമിന് അപ്പൻ്റെ ദൈവത്തെയോ അപ്പൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തെയോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ അബ്ശാലോമിനോട് ദാവീദിന് എന്തുകൊണ്ടോ ചില വാത്സല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ അബ്ശാലോമിനെ പറ്റി പറയുമ്പോൾ അബ്ശാലോം ദൃഢഗാത്രനായിരുന്നു, നല്ല കരുത്തുള്ളവനായിരുന്നു.
സുന്ദരനായിരുന്നു, നല്ല ആകർഷകത്വമുള്ളതായ പെരുമാറ്റവും ആകാര ഭംഗിയും ഉണ്ടായിരുന്നു, ഒരു തെറ്റും പറയാനില്ലാത്തവനായിരുന്നു, ഒരു ഊനവുമില്ല എന്നാണ് ബൈബിൾ പറയുന്നത്. ഒരു ഊനവുമില്ല. തന്നെയല്ല, അവൻ്റെ മുടിയുണ്ടല്ലോ, ഓരോ വർഷവും ഈ മുടി കണ്ടിച്ച് അത് ഇത്ര ശേക്കലിന് വിൽക്കുകയും ചെയ്യുമായിരുന്നു. മാത്രമല്ല, അവരൊരു നല്ല നയതന്ത്രജ്ഞനുമായിരുന്നു. പക്ഷെ ഈ പറഞ്ഞതൊന്നും ഒരു ആത്മീയനാകാൻ വേണ്ട. പ്രിയപ്പെട്ടവരെ, ലോകപ്രകാരം നോക്കുമ്പോൾ ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഒരു വിശുദ്ധനാകാൻ ഇതെല്ലാം പലതും തടസ്സങ്ങളാണ്. ഈ അബ്ശാലോം ഒരു നയതന്ത്രജ്ഞനായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിനോ അല്ലെങ്കിൽ കനേഡിയൻ പ്രസിഡന്റിനോ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ നയതന്ത്രജ്ഞൻ ആയിരിക്കും നല്ലതാണ്. ഈ അബ്ശാലോം വലിയ നയതന്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ആരെയും വശീകരിച്ച് കളയും. ഉദാഹരണം പറഞ്ഞാൽ, അബ്ശാലോം അന്ന് ഒരു സമയത്ത് ഒരു സ്ഥലത്ത് പോയി നിൽക്കും. ഒരാൾ വരും, കുടുംബത്തിൽ വലിയ കടബാധ വന്നിരിക്കുന്നു. കഷ്ടം, നിന്റെ പരാതി കേൾക്കാൻ ആരുമില്ലേ? എന്നെ ഒന്ന് രാജാവാക്കിയാൽ കൊള്ളാമായിരുന്നു. ഇപ്പോൾ ആ കേട്ട ആളുടെ മനസ്സ് പയ്യെ അബ്ശാലോമിനോട് ചായും. പ്രിയപ്പെട്ടവരെ, വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, എല്ലാ പ്രാർത്ഥനയും കഴിയുമ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് ഓരോരുത്തരോട് ചോദിക്കുകയാണ്, എന്തൊക്കെയുണ്ട്, എവിടെ നിന്ന് വരുന്നു, എന്താണ് പ്രത്യേകിച്ച് പ്രാർത്ഥനാ വിഷയം എല്ലാം ഉണ്ടോ? അപ്പോൾ അവർ പ്രാർത്ഥനാ വിഷയം പറയും, ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചോളാം കേട്ടോ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ സ്വാഭാവികമായും ആളുകളുടെ മനസ്സ് നമ്മിലേക്ക് ചായ്ക്കുന്ന ഒരു പ്രകൃതം, അത് ഒരിക്കലും ആത്മീയത്തിൽ ചേർന്നതല്ല. വെറുതെ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതോ എല്ലാം ശരിയാവുമെന്ന് പറയുന്നതൊന്നുമല്ല ആത്മീയം. ആത്മീയം മുഖം നോക്കാതെ എന്താണ് തെറ്റ് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അവരെ ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് നടത്തുന്നതാണ് ആത്മീയം. പക്ഷേ അബ്ശാലോം നയതന്ത്രജ്ഞനായിരുന്നു. അതവന് ഒരിക്കലും പ്രയോജനം ചെയ്തില്ല. എന്നാൽ അവൻ്റെ തെറ്റുകൾ എന്താണ്? ഏതാണ്ട് 15ഓളം തെറ്റുകളുണ്ട്. പ്രധാനമായും അവനൊരു ഒറ്റുകാരനായിരുന്നു, അപ്പനെ ഒറ്റുകൊടുക്കുന്ന ആളായിരുന്നു. 2, കൊലപാതകിയായിരുന്നു, കൊലപാതകം ചെയ്തയാൾ, സ്വന്തം സഹോദരനെ കൊന്നു. 3, അവൻ അഭക്തനായിരുന്നു. 4, അവൻ പിതാവിനോട് മത്സരിക്കുന്നവനായിരുന്നു. ഈ പിതാവിനോട് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ദാവീദിനോട് മത്സരിക്കുക എന്നല്ല നാം ഇപ്പോൾ ചിന്തിക്കേണ്ടത്. ദൈവത്തോട് മത്സരിക്കുന്നു, ദൈവത്തോട് മറുതലിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കും, നാം ദൈവത്തോട് മത്സരിക്കുന്ന ആളല്ലല്ലോ, പുറമേ നമുക്ക് എന്തെങ്കിലും മത്സരമുണ്ടോ? പണ്ട് ശൗൽ രാജാവിനോട് ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, നീ പിടിക്കുന്ന സകല മൃഗങ്ങളെയും യഹോവയ്ക്ക് യാഗം കഴിക്കണം. പക്ഷെ അവൻ ചെയ്തില്ല. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, മത്സരം ആഭിചാരദോഷം പോലെയാണ്. ദൈവത്തോട് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ആഭിചാരം ചെയ്യുന്നതിന് തുല്യമാണ്. നാം കൂടി വരുമ്പോൾ വേറെ സ്ഥാപിത താല്പര്യങ്ങളില്ല, ഒന്നുമില്ല. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ കൂടെ പോകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നു. എനിക്കും എൻ്റെ ഹൃദയത്തിൽ പലരോടും ഇഷ്ടക്കുറവും നീരസവും അല്ലെങ്കിൽ ചെറിയ വൈരാഗ്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ മനസ്സിലായി, അതുകൊണ്ടൊന്നും ഒരിക്കലും ദൈവരാജ്യം കാണാൻ സാധിക്കില്ല. അതിൻ്റെ എല്ലാം വിഷപ്പുകകൾ ഇങ്ങനെ ശരീരത്തിലേക്കും ആത്മാവിലേക്കും വ്യാപിക്കുന്നത് ഞാനും തിരിച്ചറിഞ്ഞു. എന്നാൽ ദൈവം കരുണ ചെയ്ത് ഓരോ പ്രാവശ്യം കൂടി വരുമ്പോൾ നമ്മെ ഇങ്ങനെ കഴുകി വെടിപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ചോദിക്കട്ടെ, അന്ന് ശൗലിനോടൊരു കാര്യം പറഞ്ഞപ്പോൾ ശൗൽ അനുസരിച്ചില്ല എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ മത്സരിക്കുന്നുവെങ്കിൽ നീ അത് ആഭിചാരം ചെയ്യുന്നത് പോലെയാണ്. കൂടോത്രം ചെയ്യുന്നവരുണ്ടോ, സ്ഥാനം നോക്കുന്നവരുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണുന്നത് ആഭിചാരം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തുല്യമാണ്. യെശയ്യാ പ്രവാചക പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. ഞാൻ മക്കളെ പോറ്റി വളർത്തി. ഈ വാക്യം വെച്ച് പാട്ടുകാരൻ പാടും, കാളതൻ്റെയുടയവൻ്റെ കഴുതൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടി അറിയുന്നല്ലോ, എൻ ജനം അറിയുന്നില്ല. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ മക്കൾ. സ്തോത്രം. അവരറിയുന്നില്ല. അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ മക്കൾ. പ്രിയപ്പെട്ടവരെ, ദുഷ്പ്രവൃത്തിക്കാരുടെ മക്കൾ.
ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ നിന്ന് വിറയ്ക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ പിതാക്കന്മാരാരായിരുന്നു, എൻ്റെ പൂർവികന്മാരാരായിരുന്നു? അവർ ദൈവത്തിന് കൂടാത്തവരായിരുന്നു, അവർക്കറിയില്ലായിരുന്നു. എന്നാൽ ഞാൻ ചിന്തിക്കണം, എൻ്റെ കർത്താവേ, ഞാൻ മാനസാന്തരപ്പെട്ട് 31 വർഷങ്ങളായി 28ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ട് മനസ്സിൽ, ഹൃദയത്തിലോ ശരീരത്തിലോ ഒരു കളങ്കം പറ്റാതെ മാനസാന്തരപ്പെട്ട് വിവാഹ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു. ശരിയാണ്. എന്നാൽ എൻ്റെ മക്കളുടെ തലയിലേക്ക് ഏതെങ്കിലും പാപങ്ങൾ വരുമോ? ദുഷ്പ്രവൃത്തിക്കാരൻ്റെ മകനെന്ന് എൻ്റെ മക്കളെ ഒരു കാലത്ത് ദൈവം വിളിക്കാൻ ഇടവരുമോ? അബ്ശാലോമിൻ്റെ ജീവിതത്തിലെ പാപം കാണുമ്പോൾ ദാവീദ് നിന്ന് ഞെട്ടുകയാണ്. ദാവീദ് നിഷ്കളങ്കനും നേരുള്ളവനുമായിരുന്നു. എന്നാൽ ദാവീദ് ചെയ്ത പാപം, ദാവീദ് ഇരട്ടത്ത് ചെയ്ത പാപം, അത് അരമനകളിൽ ഘോഷിക്കപ്പെട്ടു, ഇസ്രായേൽ രാജ്യത്തിൽ ഘോഷിക്കപ്പെട്ടു. ഈ മക്കൾ പോലും അറിഞ്ഞു സ്വന്തം അപ്പൻ്റെ വ്യഭിചാരം. പ്രിയപ്പെട്ടവരെ, ദുഷ്പ്രവൃത്തിക്കാരൻ്റെ മക്കളെന്ന പേര് വരില്ലേ? നിങ്ങൾ മത്സരിക്കുന്നു, പറയുന്നത് അനുസരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നാളും നാഴിയും ആരും അറിയുന്നില്ല. ജീവിതം ക്രിസ്തുവിന് വേണ്ടി കൊടുക്കൂ എന്ന് പറയുന്തോറും കെഞ്ചി നിൽക്കുന്ന ആത്മാവിനെ തട്ടിക്കളയും. നാളെയാകട്ടെ എന്നാണ് ചിന്തിക്കുന്നത്. ഒരിക്കലും പാടില്ല. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായം 28ാമത്തെ വാക്യം കൂടി. അവിടെ ധൂർത്തപുത്രൻ, മുടിയൻ പുത്രൻ്റെ ചേട്ടനെ പറ്റിയാണ് പറയുന്നത്. അവന് മത്സരിക്കുകയാണ്, അപ്പനോട് മത്സരിക്കുന്നു. വായിക്കാം. അപ്പോൾ അവൻ കോപിച്ചു, അകത്തു കിടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു. മതി. ദൈവത്തിന് സ്തോത്രം. അവൻ കോപിച്ചു, അവൻ അപ്പനോട് ദേഷ്യപ്പെടുകയാണ്. അപ്പം പറഞ്ഞു, മോനെ, നിന്റെ ഇളയ മകൻ വന്നിരിക്കുന്നു, ഇളയ സഹോദരൻ വന്നിരിക്കുന്നു, അകത്തേക്ക് വരിക. അവൻ അപ്പനോട് മത്സരിക്കുന്നു, കോപിക്കുന്നു. ഇല്ല, എനിക്കിങ്ങനെ അനിയനില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം കൈക്കൊണ്ടവനെ കൈക്കൊള്ളാൻ മനസ്സില്ലാത്തവർ ദൈവത്തോട് മത്സരിക്കുകയാണ്. ദൈവം ഒരു മനുഷ്യൻ്റെ പാപം കഴുകിയാൽ, അവൻ ഇന്ന പാപം ചെയ്തവനല്ലേ ചെയ്തവളല്ലേ വീണ്ടും ചിന്തിച്ചാൽ അവർ മത്സരിക്കുന്നവരാണ്. മത്സരം, ദൈവത്തോട് മത്സരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പൊടിയായ മനുഷ്യൻ നിത്യനായ ദൈവത്തോട് മത്സരിക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്തുണ്ട്? ജീവനുള്ള ദൈവം വേദനയോടെ നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ അബ്ശാലോമിന് ഒരു തെറ്റുപറ്റി. സ്വന്തം സഹോദരനെ കൊന്നു. എന്നിട്ട് അവൻ കുറച്ചു കാലം ഒളിച്ചു പാർത്തു. ഈ രാജാവായ ദാവീദ് അബ്ശാലോമിനെ വിളിച്ചു വരുത്തി രാജാവ് അബ്ശാലോമിനെ ചുംബിച്ചു. അങ്ങനെയാണ് വായിക്കുന്നത്. 14-ാം അധ്യായം അവസാനത്തെ വാക്യം. രാജാവ് അബ്ശാലോമിനെ ചുംബിച്ചു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയില്ലേ? മുടിയൻ പുത്രൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചുകൊണ്ട് മുടിയൻ പുത്രനെ ചുംബിച്ച് സ്വീകരിച്ചു. അബ്ശാലോമിനും അതേ അവസരം കിട്ടി. അവൻ അന്ന് വേണമെങ്കിൽ തിരുത്താമായിരുന്നു. അനന്തരം അബ്ശാലോം ഒരു രഥത്തെയും കുതിരകളെല്ലാം കൂട്ടി, രഥവും കുതിരയെല്ലാം അഹങ്കാരത്തിൻ്റെ പ്രതീകങ്ങളാണ്, എന്നിട്ട് വഴിയോരത്ത് നിന്നിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ നയം എടുക്കാൻ തുടങ്ങിയത്. അയ്യോ, എന്നെ രാജാവാക്കിയാൽ കൊള്ളായിരുന്നു. പിന്നെ 200 പേരെ കൂട്ടുകൂട്ടി. പ്രിയപ്പെട്ടവരെ, അവസാനം സ്വന്തം അപ്പനായ ദാവീദ് കൊട്ടാരം വിട്ട് ചെരുപ്പിടാതെ കരഞ്ഞും കൊണ്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നു. ദാവീദ് പാടിയ സങ്കീർത്തനമാണ് 3-ാം സങ്കീർത്തനം. ദൈവത്തിന് സ്തോത്രം. സ്വന്തം അപ്പനോ അമ്മയോ കരയാനിട വന്നിട്ടുണ്ടോ? ഞാൻ പ്രീ ഡിഗ്രി 1-ാം വർഷം MA കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം, അന്ന് ഞാൻ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കാലമാണ്, അതെന്നോട് പറയാൻ വേണ്ടി അന്ന് അച്ഛൻ മദ്യപിച്ചു. വളരെ സങ്കടത്തോടെ എന്നെ തല്ലി, വളരെ സങ്കടത്തോടെ ഹൃദയം പൊട്ടിക്കൊണ്ട്, നീ അങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിച്ച ഒരു സംഭവം ഞാനിപ്പോൾ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, അറിവില്ലായ്മയുടെ കാലങ്ങളിൽ പല്ലും സംഭവിച്ചു പോയി. പിതാക്കന്മാരെ കരയിപ്പിച്ചു പോയി, അമ്മമാരെ കരയിപ്പിച്ചു പോയി. അബ്ശാലോം സ്വന്തം അപ്പനെ കരയിപ്പിച്ച, പിതാവിനോട് മത്സരിച്ച, പിതാവിനെ ദുഃഖിപ്പിച്ച ഒരു മകനായി മാറി. അബ്ശാലോം അവസാനം കുന്തം കൊണ്ട് കുത്തേറ്റ് വഴിയോരത്ത് പടഞ്ഞ് മരിക്കേണ്ടി വന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആ അബ്ശാലോമിൻ്റെ ശവക്കല്ലയുടെ മുകൾ ഒരു സ്തംഭം എടുത്ത് നാട്ടിയിട്ട് അത് അബ്ശാലോമിൻ്റെ ജ്ഞാപക സ്തംഭമെന്ന് ഇന്ന് വരെയും പേർ വിളിച്ചു വരുന്നു. അത് ഇന്നും അവിടെയുണ്ട്. എന്നാൽ നമ്മുടെ ചിന്ത ഇപ്പോൾ പുതിയ നിയമത്തിലേക്ക് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ ഒരു മുടിയൻ പുത്രൻ മടങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, ആ മുടിയൻ പുത്രൻ അവന് സുബോധം കിട്ടിയപ്പോൾ, ഞാൻ എൻ്റെ അപ്പനോട് അവകാശം ചോദിച്ചു, ഞാൻ എൻ്റെ അപ്പനെ വേദനിപ്പിച്ചു, അപ്പനെ കരയിപ്പിച്ചു എന്ന് മനസ്സിലായപ്പോൾ, അപ്പോൾ സുബോധം കിട്ടിയിട്ട്
അവൻ എഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, സുബോധം തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം, നമ്മുടെ തലകൾ നമുക്ക് വണക്കാം. ദൈവത്തിന് സ്തോത്രം. സുബോധത്തിൻ്റെ ആത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ്. ദൈവമക്കളെല്ലാം പ്രാർത്ഥിക്കൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. കർത്താവേ, സത്യത്തിൻ്റെ ആത്മാവ്, സുബോധത്തിൻ്റെ ആത്മാവ്, ഞാൻ നശിക്കുന്നു എന്ന് ബോധം തരുന്ന ആത്മാവ്. എൻ്റെ അപ്പൻ കഴിഞ്ഞ കുറേ നാളുകളായി ഉറക്കമില്ലാതെ എങ്ങനെ ഇടിക്കുന്നു എന്നുള്ളതായ സുബോധത്തിൻ്റെ ആത്മാവ്. ഞാൻ വ്യഭിചാരം ചെയ്തു പോയി, ഞാൻ ദൈവത്തെ വേദനിപ്പിച്ചു എന്നുള്ളതായ സുബോധത്തിൻ്റെ ആത്മാവ്. വചനം കേട്ടിട്ടും, ഇത്രയും നാൾ വചനം കേട്ടിട്ടും, കർത്താവേ, ഞാൻ വീണ്ടും വീണ്ടും തെറ്റിപ്പോയല്ലോ, തെറ്റ് ചെയ്തല്ലോ, നിന്നെ വേദനിപ്പിച്ചല്ലോ എന്ന് സുബോധം തരുന്നതായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. വചനം ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നപ്പോൾ, കർത്താവേ, ഞാൻ ഇന്ന് വരെയും ഒരു സത്യക്രിസ്ത്യാനിയായി, സത്യവിശ്വാസിയായി തീർന്നിട്ടില്ലല്ലോ എന്നുള്ളതായ സുബോധം. കർത്താവേ, ഞാൻ കുമ്പസാരിച്ചു, ഞാൻ കുർബാന കൊണ്ടു, പക്ഷക്രം ഉണ്ടായിരുന്നു, പെറുവിറപ്പുണ്ടായിരുന്നു, സിനിമയുണ്ടായിരുന്നു, വൈരാഗ്യമുണ്ടായിരുന്നു, മദ്യമുണ്ടായിരുന്നു, മദിരാക്ഷി ഉണ്ടായിരുന്നു, കക്ഷിഭ്രാന്തുണ്ടായിരുന്നു, പല പല പാപങ്ങളുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ മാറിക്കിടക്കേണ്ടി വന്നു, അവൾ കരയേണ്ടി വന്നു, അവളെ വീട്ടുകാരെ കരയേണ്ടി വന്നു, ഭർത്താവിൻ്റെ വീട്ടുകാരെ കരയിപ്പിച്ചു. അങ്ങനെ അനേകരെ വേദനിപ്പിച്ച് ദുഃഖിപ്പിച്ച് ഇന്നും പാപോദില്ലാതിരിക്കുന്നവരെ സുബോധത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഇപ്പോൾ വെളിച്ചങ്ങളുടെ ആത്മാവാണ് നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. അവൻ ചാടി എഴുന്നേറ്റു, അവൻ ഓടി, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്ന ആ മുടിയൻ പുത്രനെ നിങ്ങൾ കണ്ടുവോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കാണൂ. അവനെ സ്വീകരിക്കാൻ നിൽക്കുന്ന, ഇരു കൈയും നീട്ടി നിൽക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, യേശു അപ്പൻ ഇതാ നിൽക്കുകയാണ്. എൻ്റെ മകനെ, വരൂ, ഞാൻ നിന്നെ വെറുത്തിട്ടില്ല, ഞാൻ നിന്നെ തള്ളിയിട്ടില്ല, ഞാൻ നിന്നെ ഒറ്റപ്പെടുത്തിയിട്ടില്ല, ഇന്നും സ്വീകരിക്കാൻ ഞാനുണ്ട്. ഓടി വരൂ മകനെ. ആ മുഷിഞ്ഞ് നാറിയ ചീഞ്ഞ ഗന്ധമുള്ള ആ മകനെ മാറോട് ചേർത്ത് പിടിച്ച ക്രിസ്തുവിൻ്റെ കരം ഇപ്പോൾ നമ്മുടെ അരികിലുണ്ട്. മാറോട് ചേർത്ത് പിടിക്കുന്ന കരം, ബലപ്പെടുത്തുന്ന കരം, തലോടുന്ന കരം, കണ്ണുനീരൊപ്പുന്ന കരം, സൗഖ്യം തരുന്ന കരം, നമ്മെ ജീവിപ്പിച്ചതായ കരം, നമ്മെ മെനഞ്ഞതായ കരം. ആ കരം ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ബന്ധനക്കെട്ടുകൾ അഴിക്കുവാൻ, ഇന്ന് എന്നേക്കുമായി മദ്യത്തോട് ആ ബന്ധനം അഴിച്ചു തരാൻ യേശു വന്നിട്ടുണ്ട്. രോഗബന്ധനം മാറ്റുവാൻ യേശു വന്നിട്ടുണ്ട്. കുടുംബം സ്വർഗമാക്കാൻ യേശു വന്നിട്ടുണ്ട്. ചില പ്രശ്നങ്ങളുടെ മേൽ പരിഹാരം തരാൻ യേശു വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാ കർത്താവ് അരികിൽ വന്നിരിക്കുന്നു, നമ്മെ ചുംബിക്കാൻ യേശു ഇതാ ചാഞ്ഞു വരുന്നു. പറയൂ യേശുവിനോട്, യേശുവേ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. യേശുവേ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. നിന്റെ മകനെന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ ഇതൊക്കെ പറഞ്ഞു? കർത്താവേ, ഞാൻ യോഗ്യനല്ല, ഞാൻ യോഗ്യയല്ല എന്ന് ആര് പറഞ്ഞു? ബാക്കി കേൾക്കാൻ കർത്താവിന് കേൾപ്പില്ല. അവൻ്റെ തിരുവിലാവിൽ ഒഴുകിയ തിരുരക്തം, നമുക്ക് വേണ്ടി പിടഞ്ഞ യേശുവിൻ്റെ സ്നേഹം നമ്മെ കോരിയെടുക്കട്ടെ, നമ്മെ ചേർത്ത് പിടിക്കട്ടെ. നമ്മുടെ നെറുകയിൽ ക്രിസ്തുവിൻ്റെ ചുംബനം വന്നു വീഴട്ടെ. തിരുരക്തത്തിൻ്റെ ഒരു തുള്ളി വന്നു വീഴട്ടെ. ആ തിരുരക്തം ഇപ്പോൾ എല്ലാവരെയും കഴുകട്ടെ. ഹല്ലേലൂയ. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. ഒരു പ്രാവശ്യം കൂടി, എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. ഹല്ലേലൂയ. പറയാത്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? പറയൂ, ഒന്നുകൂടി പറയൂ. സ്വർഗം സന്തോഷിക്കട്ടെ. മാനസാന്തരപ്പെടുന്നവരെ കണ്ട് സ്വർഗം ആനന്ദിക്കട്ടെ. ദൂതഗണങ്ങൾ ഇറങ്ങി വരട്ടെ. ജീവന്റെ പുസ്തകം തുറന്നിരിക്കട്ടെ. ബന്ധനക്കെട്ടുകൾ അഴിയട്ടെ. പാതാള ഗോപുരങ്ങൾ വിറയ്ക്കട്ടെ. യേശുവേ, എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. നമുക്ക് സമർപ്പിക്കാം. നിത്യസ്നേഹമായി ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾ അളവുകൂടാ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഇന്നും ഞങ്ങളെ കഴിയ കുഞ്ഞാടിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം. ആ തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തിക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിന് ഒരിക്കലും മനസ്സിലാകാത്ത മർമ്മമാണല്ലോ 2000 കൊല്ലം മുമ്പ് ഗോകുൽത്തായിൽ ചിന്തിയ തിരുരക്തം ഇന്നും ഞങ്ങളുടെ മുമ്പിൽ സജീവ യാഥാർത്ഥ്യമാണല്ലോ. യേശുവേ, അവിടെ പൊന്നുമുഖം ഞങ്ങൾക്ക് യാഥാർത്ഥ്യമാണല്ലോ. കർത്താവേ, നാഥ, ഈ പ്രിയപ്പെട്ട ജനത്തെ അവിടെ അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളും ഭാരങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും നിന്നോട് പറഞ്ഞുവല്ലോ. കർത്താവേ, തൃക്കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെല്ലാവരെയും നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണമേ. ഈ കൂട്ടായ്മയെ അവിടെ ഇനിയും നടത്തണമേ. ഞങ്ങൾ വിനയത്തോടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. എല്ലാം മഹത്വത്തോടെ മാത്രം എടുക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.